പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് നോക്കൂ. കേരളത്തിൽ ആരധികാരത്തിൽ വരണമെന്ന് ഞങ്ങൾ BJP-ക്കാർ NDA നിശ്ചയിക്കും. ഏതൊരു സംശയവും കേരളം അങ്ങനെയാണെന്നേ, അങ്ങനെ മാറാത്തതിന് മാറൂന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. അതൊക്കെ സംഭവിക്കും. നമ്മൾ ടോർച്ച് സുര പറഞ്ഞ കേട്ടില്ലേ, മാറാത്തത് മാറും. മാറാത്തത് മാറുമെന്നല്ല, നാറാത്തത് ഇപ്പൊ ഇവിടെ നാറിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തപ്പോൾ തന്നെ മൊത്തത്തിൽ നാറി. തൃശ്ശൂർ കൊടുത്തപ്പോഴത്തേക്ക് അതിനേക്കാട്ടിലും നാറി. ഇനി കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ നാറ്റാനായിട്ട് നിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജി ഇല്ലേ, അങ്ങ് മറ്റേ അഘോര വനത്തിൽ നിന്നും യോഗിയുടെ സ്വന്തം ആള് തുണിയും കോണാനും ഇല്ലാതെ നാട്ടിലേക്ക് ഇറങ്ങി പെണ്ണുങ്ങൾ മൂക്കത്ത് കൈയും വെച്ചുകൊണ്ട് ഓടിയപ്പോഴും ഞങ്ങൾ നാറി. കേരളത്തിലെ മലയാളികളെ ഇങ്ങനെ നാറ്റിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെപ്പോലുള്ള ഇനി എങ്ങനെയാണാവോ നമ്മൾ കേരളം ചുമക്കുന്നത്. എന്തായാലും നമ്മുടെ ടോർച്ച് സൂര്യ എണ്ണം പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ. ഞങ്ങൾ തീരുമാനിക്കുന്നവരെ കേരളം ഭരിക്കത്തുള്ളൂ. ഇതിനു മുമ്പും കേരളത്തെ ഇങ്ങനെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ വീണ്ടും നമ്മുടെ കാസർഗോഡ് പോയി മത്സരിക്കുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിച്ചേട്ടൻ ഒരു ഒന്നൊന്നര ഐറ്റമാണ് കേട്ടോ. ഏതാ കോൺഗ്രസും SDPI ഒക്കെ ആയിട്ട് ഒരു ധാരണയായി എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ തീവ്രവാദികളെ തോൽപ്പിക്കാൻ വേണ്ടി ആരൊക്കെ കൈകോർക്കുന്നു അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇതിനെപ്പോലുള്ള ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ ഈ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ കയറിയാൽ അതോടുകൂടി തീരും. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ സംഘപരിവാറിന് വേണ്ടി നിരന്തരം കുരച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ട്. എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ അതിൽ കാണുന്നുണ്ട്. ചിത്രത്താഴ് സിനിമയിൽ അവിടെ പപ്പു ചെവിയിൽ ചെമ്പരത്തി പൂ വെച്ചിട്ട് ചാടുമല്ലോ, ഇതേ വെള്ളം അപ്പം ചാടും, ഇതേ വെള്ളം ചാടും എന്ന് പറഞ്ഞാലൊക്കെ ഒരു സാധനം, ഒരു കിളി പോയ ഐറ്റം. ഈ കിളി പോയ ഐറ്റം പറയുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ജസ്റ്റ് ഒന്ന് കേട്ടു വയ്യുള്ളൂ. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് ഗുരുവായൂർ MLA വർക്കി വടക്കനാണ്. വർക്കി വടക്കൻ എന്ന ഒരു MLA കുറിച്ച്, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനത്തെക്കുറിച്ച് പുതുതലമുറയിൽപ്പെട്ട ആളുകൾക്ക് തീരെ ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഗുരുവായൂർ തന്നെ എത്ര ആൾക്കാർ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നുണ്ട് എന്നറിയില്ല. വർക്കി വടക്കൻ പ്രസിദ്ധനായ ഫാദർ ജോസഫ് വടക്കൻ്റെ സഹോദരനായിരുന്നു. അദ്ദേഹം കർഷക തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, KTP, വടക്കനച്ഛൻ ഉണ്ടാക്കിയ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് 1970 സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. എൻ്റെ ഓർമ്മയിൽ ഗുരുവായൂർ MLA വർക്കി വടക്കനാണ്. 1977 മുതൽക്കാണ് അവിടെ സ്ഥിരമായിട്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യാൻ തുടങ്ങിയത്. വളരെ കാലം ലീഗിൻ്റെ മണ്ഡലമായിരുന്നു. CPM മിക്കവാറും ഏതെങ്കിലും സ്വതന്ത്രമാരെയൊക്കെ സ്പോൺസർ ചെയ്ത് നിർത്തും, അവർ തോൽക്കും. ലീഗ് സ്ഥാനാർത്ഥി നിരന്തരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കും. ആർക്കും അതിൽ വലിയ പ്രാധാന്യം തോന്നിയില്ല. ഗുരുവായൂർ അമ്പലം അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളോട് മത്സരിക്കുന്നതിനോ അല്ലെങ്കിൽ ലീഗുകാരൻ മത്സരിച്ച് ജയിക്കുന്നതിനോ ആക്ഷേപം പറഞ്ഞിട്ട് കാര്യമില്ല. തൊട്ടപ്പുറത്ത് പൊന്നാനി മണ്ഡലമുണ്ട്. പൊന്നാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്ന ചിത്രം എന്താണ്? പൊന്നാനി പള്ളി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു പരിവർത്തന കേന്ദ്രമാണ് പൊന്നാനി. പൊന്നാനിയിൽ പോയി തൊപ്പിയിടുക എന്നുള്ളത് നാട്ടിലൊരു സാധാരണ പറയുന്ന ഫ്രൈസാണ്. പൊന്നാനിയിൽ സ്ഥിരമായിട്ട് ഹിന്ദു MLA-മാരാണ് ഉണ്ടായിരുന്നത്. എത്രയോ കൊല്ലം. ഇടയ്ക്ക് പാലോളി മുഹമ്മദ് കുട്ടി ജയിച്ചു എന്നുള്ളത് ശരിയാണ്. അതൊഴിച്ചാൽ CPM-ൻ്റെ തന്നെ K. ശ്രീധരൻ MLA ആയിരുന്നു. കോൺഗ്രസിൻ്റെ PT മോഹനകൃഷ്ണൻ അവിടെ MLA ആയിരുന്നു. അത് കഴിഞ്ഞ് നിലവിൽ P. നന്ദകുമാർ MLA ആണ്. അതിന് മുമ്പ് ശ്രീരാമകൃഷ്ണൻ പൊന്നാനി MLA ആയിരുന്നു. അങ്ങനെ അനവധി ഹിന്ദു സ്ഥാനാർത്ഥികൾ, ഹിന്ദു സഖാക്കൾ മിക്കവാറും ജയിച്ചിട്ടുള്ളത് CPM-കാരാണ്. ഇടയ്ക്ക് MP അംഗകാരനോ അല്ലെങ്കിൽ നമ്മുടെ PT മോഹനകൃഷ്ണ പോലെ 1-2 പേര് മാത്രമേ കോൺഗ്രസ്സായിട്ട് ജയിച്ചിട്ടുള്ളൂ. ശരി, കോൺഗ്രസ്സിന് കൊടുക്കുന്ന സീറ്റാണ്. കോൺഗ്രസ് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തിയാൽ CPM-ൻ്റെ ഹിന്ദു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദു ആയിരിക്കും അവിടെ നിന്ന് ജയിക്കുക. പൊന്നാനിയിൽ ഹിന്ദു MLA എന്തുകൊണ്ട് എന്നാരും ചോദിക്കേണ്ട ആവശ്യമില്ല. മതേതര രാജ്യമാണ്. ഹിന്ദുക്കൾക്ക് പൊന്നാനിയിൽ മത്സരിക്കാം, മുസ്ലിങ്ങൾക്ക് ഗുരുവായൂർ മത്സരിക്കാം. ഇനി വേറെ ഒരു കൗതുകം പറയാം. നായന്മാരെ ഡാപ്പിസിരിക്കുന്ന സ്ഥലമുള്ളൂ, പെരുന്ന ചങ്ങനാശ്ശേരിയിലാണ് വരുന്നത്. എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏതെങ്കിലും ഒരു നായർ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടോ? മത്സരിച്ചിട്ടില്ല, ജയിച്ചിട്ടില്ല. മത്സരിച്ചാലും ജയിക്കില്ല. കാരണം കത്തോലിക്കർക്ക് അതിനേക്കാളും ശക്തിയുള്ള സ്ഥലമാണ് ചങ്ങനാശ്ശേരി. മിക്കവാറും കേരള കോൺഗ്രസ്സുകാരാണ് ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുക. പണ്ടേതോ കാലത്ത് കല്യാണകൃഷ്ണൻ നായർ ജയിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ PK നമ്പൂരി ജയിച്ചിട്ടുണ്ട്. വേറെ ആരും ജയിച്ചിട്ടില്ല. മിക്കവാറും അവിടെ നിന്ന് കേരള കോൺഗ്രസിൻ്റെ കത്തോലിക്കനായ ബെന്തിങ്ങേട്ട MLA-ആണ് ജയിക്കാറ്. അതുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പാലായിൽ നിന്ന് ഇനി ഒരു നായരോ ഈഴവനോ മത്സരിച്ച് ജയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്കമാലി മുനിസിപ്പാലിറ്റി രൂപീകരിച്ച കാലത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാൻ K. ബാബു വരുന്ന സമയത്ത് ചില അസഹിഷ്ണുക്കളായ കത്തോലിക്കർ ഒരു നോട്ടീസ് അടിച്ചിറക്കിയ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. കേരള വത്തിക്കാനിൽ ഹിന്ദു പുരോഹിതനോ ആരും ഗവനിച്ചില്ല. K. ബാബു
അവിടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കെ ബാബു ഈഴവ സമുദായക്കാരനാണ്. പിന്നീട് വളരെ കാലത്തിന് ശേഷം അവിടെ കെ കുട്ടപ്പൻ എന്ന് പറഞ്ഞ പട്ടിക സമുദായക്കാരനായ ഒരു സഖാവ് ഒരു 6 മാസമാണെങ്കിൽ പോലും മുനിസിപ്പൽ ചെയർമാനായിട്ടിരുന്നു. ഒരു തകരാറ് സംഭവിച്ചില്ല. അങ്കമാലിയിട്ട് തുടർന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പൊന്നാനിയിൽ ഹിന്ദു ജയിക്കും, അങ്കമാലിയിൽ ഈഴവൻ അല്ലെങ്കിൽ പട്ടികാധികാരൻ മുനിസിപ്പൽ ചെയർമാനാകും. ഗുരുവായൂർ മുസ്ലിം ലീഗുകാരനോ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരനായ മുസ്ലിം MLA ഉണ്ടാകുന്നതിന് ഒരു തെറ്റുമില്ല. അതിൽ അത്ഭുതകരമായിട്ട് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. മാത്രമല്ല ഗുരുവായൂരിൻ്റെ ചുറ്റുപാടുള്ള ഭാഗത്ത് ഈ കൂടുതലായിട്ടും മുസ്ലിം ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളാണ് കൂടുതൽ. ഒരു മനയൂർ പോലെയുള്ള പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. ദീർഘകാലം തൃശ്ശൂർ ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരേ ഒരു സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്തിരുന്നു. അതുപോലെ UDF കൊടുത്തിരുന്നതായ ഒരേ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഈ ഗുരുവായൂരാൻ. പിന്നെയാണ് AC മൊയ്തീൻ വടക്കാഞ്ചേരിയിൽ മത്സരിച്ച് ജയിച്ചു. AC മൊയ്തീൻ ഇപ്പോൾ കുന്നംകുളത്ത് മത്സരിച്ച് ജയിക്കുന്നത്. അല്ലാതെ ഒരു സീറ്റും കൊടുത്തിട്ടുമില്ല. അപ്പോൾ ജില്ലയിലെ ഒരു പ്രാതിനിധ്യം ഗുരുവായൂരിൽ ഒതുങ്ങി നിൽക്കും. ഇതാണ് നമ്മുടെ BJP നേതാവ് ഗോപാലകൃഷ്ണൻ മനസ്സിലാവാത്ത പോയിന്റ്. ഗോപാലകൃഷ്ണൻ നോക്കുമ്പോൾ ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഹിന്ദു MLA അത് വലിയൊരു ചോദ്യമാണ്. അത് ഭയങ്കരമായ ചോദ്യമാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ എന്തുകൊണ്ട് മുസ്ലിം MLA ഉണ്ടാകുന്നില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. കൊടുങ്ങല്ലൂർ ധാരാളം മുസ്ലിങ്ങളുള്ള സ്ഥലമല്ലേ. എത്രയോ കാലത്തിനിടയ്ക്ക് ഒരൊറ്റ മുസ്ലിമെങ്കിലും കൊടുങ്ങല്ലൂർ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മത്സരിക്കുന്നില്ല, ജയിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ ഈ പ്രസ്താവന തികച്ചും നിരുത്തരവാദപരമാണ്. ഒരു തരത്തിലും അദ്ദേഹത്തെ പോലും നേതാവ് നടത്താൻ പാടാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ വലിയൊരു അവസരമുള്ള കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം മത്സരിക്കും. താമര അടയാളത്തിൽ ധാരാളം വോട്ടുകൾ കിട്ടി. LDF-നേക്കാൾ UDF-നേക്കാൾ കൂടുതൽ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഗുരുവായൂർ MLA ആയിട്ട് പാറി പറന്ന് നടക്കാമല്ലോ. ഒരു തെറ്റുമില്ല. ഞാൻ ഗോപാലകൃഷ്ണൻ്റെ ഒരു കാര്യം വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുരുവായൂർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടാണ് കിട്ടിയത്? സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി. അപ്പോൾ ഒരു നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കാൻ പോലും അറിയാൻ പാടാത്ത ഒജ്ഞാനന്മാരാണ് ഗുരുവായൂരെ പ്രബുദ്ധരായ BJPക്കാർ എന്ന് ഞാൻ പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ സ്വാഭാവികമായിട്ട് വിഷമം തോന്നും. ഗോപാലകൃഷ്ണ, നാമനിർദ്ദേശ പത്രിക ഫില്ലപ്പ് ചെയ്യാൻ പഠിക്കും. ഈ സൂക്ഷ്മ പരിശോധനയുടെ ദിവസം ഗോപാലകൃഷ്ണൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. തൽക്കാലം കൂടുതലായിട്ടൊന്നും പറയാനില്ല. ബാക്കി നേരിട്ട് കാണുമ്പോൾ പിന്നെ പറയാം. ആഹാ, എൻഡിങ് പോർഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് കാര്യങ്ങൾ അങ്ങോട്ട് വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞല്ലേ. ഇങ്ങനെ വേണം മറുപടി കൊടുക്കേണ്ടത്. എന്തായാലും കുറെ കാലമായിട്ട് BJPയുടെ പാളയത്തിൽ കിടന്നുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന വേട്ടാവളിയൻ നമ്മുടെ ഒട്ടകത്തിന്റെ അണ്ണാക്കി കൊടുത്ത കേട്ടല്ലോ അല്ലേ. ജയശങ്കർ വക്കീലിന് വരെ കാര്യങ്ങൾ മനസ്സിലായി. എന്നിട്ടും ഈ ഒട്ടകം ഗോപാലൻജിയുടെ തലയ്ക്കകത്ത് ഇതുവരെ വെളിവ് വന്നിട്ടില്ലെന്നുള്ള പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാലൊന്നും കേരളത്തിലെ ജനങ്ങളൊന്നും വോട്ട് ചെയ്യത്തില്ല. ഗുരുവായൂര് നിലവിലുള്ള സിറ്റിംഗ് MLA ആയിട്ടുള്ള അദ്ദേഹം ഗുരുവായൂരിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പം പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ഈ ഗുരുവായൂരിലെ വോട്ടർമാരുടെ ഇടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുക. അതായത് മുസ്ലിം വോട്ടുകൾ അവരങ്ങോട്ട് പിടിക്കും, ഹിന്ദു വോട്ടുകൾ ഞങ്ങൾ പിടിക്കും, വേറെ സ്ഥാനാർത്ഥി വരുവാണെങ്കിൽ അവരെല്ലാവരും കൂടെ വോട്ടൊക്കെ പിച്ചിപ്പറിച്ചെടുത്താൽ എനിക്ക് ജയിക്കാം എന്നുള്ളൊരു ധാരണ ഈ മരമണ്ടനായിട്ടുള്ള ഈ ഒട്ടകം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം നമ്മളെ ഒട്ടകം തന്നെ കൊണ്ട് നമുക്ക് കേസ് കൊടുക്കും. കാരണം ഒട്ടകത്തിന് പോലും ഇപ്പം നാണമായി തുടങ്ങിയിട്ടുണ്ട് ഈ വേട്ടാവളിയനെ കാണുമ്പോഴത്തേക്ക്. സത്യത്തിൽ ഇതുപോലുള്ള കുറേ മരവാഴകളുണ്ട് കേരളത്തിൽ. ഇനി ഇവന്മാരൊന്നും ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും നാണം കടത്തി വേണം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇവനെയൊക്കെ പുറത്താക്കാൻ. അങ്ങനെ കുറേ എണ്ണം തോക്കാൻ റെഡിയായിട്ട് പല സ്ഥലത്തും നിൽപ്പുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നത് BJPക്ക് 6 മുതൽ 7 വരെ സീറ്റുകൾ ലഭിക്കാൻ സാധ്യത കേരളത്തിലുണ്ടെന്നാട്ടോ. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് തിരുവനന്തപുരമാണ്, മറ്റൊന്ന് പാലക്കാടാണ്, പിന്നൊന്ന് കാസർഗോഡാണ്. അങ്ങനെ ഈ 5-6 സ്ഥലങ്ങളുണ്ട്. തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നുള്ളത്. ഒന്നില്ലെങ്കിൽ അനിസ്പ്രയുടെ പരസ്യം പോലെ ആയിരിക്കും കേരളത്തിലെ BJPയുടെ ഒരു അവസ്ഥ. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ 2 പാർട്ടിക്കാരും കാണിക്കുന്ന നെറിവുകേടിന് ചിലപ്പം ഈ ചാണക വേട്ടാവളിയന്മാർ 2-3 സ്ഥലത്ത് പൊങ്ങി വരാനായിട്ടുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.